السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما تنذر من اتبع الذكر إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. صدق الله العظيم. യാസീൻ കൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ടും സുവിശേഷം അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യാനുള്ള ഡ്യൂട്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചപ്പോൾ ഒരു വിഭാഗത്തോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരോട് പറഞ്ഞതും പറയാത്തൊക്കെ സമാണെന്ന് പറഞ്ഞു. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. പിന്നെ ഇനി ആർക്കാണിത് ഫലം ചെയ്യാം? പറയാൻ എല്ലാവരോടും പറയണം, അത് ഉത്തരവാദിത്താണ്. പക്ഷേ ചില ആളുകൾ മുഖം തിരിച്ചു പോകും, അതിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആർക്കാണ് നിങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലെ താക്കീതും മറ്റും ഫലം ചെയ്യുക? അതാണ് ഇവിടെ പറയുന്നത്. ഇന്നമാ എന്ന് അറബിയിൽ ഒരു കാര്യം പറഞ്ഞ മാത്രം എന്ന അർത്ഥം വരുന്നതാണ്. ഹസ്ർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ സാരോപദേശവും അധ്യാപനവും ഉദ്ബോധനൊക്കെ ഫലം ചെയ്യൽ ആർക്ക് മാത്രമാണ്? ഇന്നമാ തുന്തിറു മൻ, നിങ്ങൾ ഇന്നമാ തുന്തിറു മൻ, ഒരുത്തർക്കാണ് നിങ്ങൾ താക്കീത് ചെയ്യേണ്ടത്. ഇത്തബഅ ദിക്ർ, ദിക്റിനെ അവൻ പിൻപറ്റിയിരിക്കുന്നു. ഇവിടെ ദിക്ർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആന് ദിക്ർ എന്നൊരു പേരുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അവിടെ ഖുർആന് ദിക്ർ എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഇന്നാ നിശ്ചയം നമ്മൾ നസ്സൽന ദിക്റ, ദിക്റിനെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. വ ഇന്നാ നിശ്ചയം നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടല്ല ഖുർആനിലൊരു മാറ്റത്തിരുത്തലുകൾക്ക് ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. ശ്രമിക്കാത്തോണ്ടല്ല, എത്ര ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിലൊരു ആയത്ത് കൂട്ടാനോ ഉള്ള ഒരായത്ത് കുറക്കാനോ നിലവിലുള്ളതിനേക്കാൾ അപ്പുറത്തൊരു ഹർക്കത്ത് കൂട്ടാനോ കുറക്കാനോ ഒരാൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. കൊല്ലം 1500 കാരണം എന്താ? അത് റബ്ബെ ഏറ്റെടുത്താണ്. അത് റബ്ബെ ഏറ്റെടുത്ത കാര്യം. അവിടെ ദിക്ർ എന്നാണ് ഉപയോഗിച്ചത്. അതേ ദിക്ർ തന്നെയാണ് ഇവിടെ. ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്ർ. നിങ്ങൾ പറഞ്ഞാല് ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പിൻപറ്റാൻ പാകപ്പെട്ട കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിന് പാകപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് മാത്രമേ നിങ്ങളുടെ ഉപദേശം ഫലപ്രദമാവുകയുള്ളൂ. അല്ലാത്തവർക്ക് കൊടുത്താലും കൊടുക്കാതിരുന്നാലും സമാണ്, ഒലേ കേൾക്കൂല. ഖുർആന് ദിക്ർ എന്ന് പേര് വരാൻ എന്താ കാരണം? ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ്. സത്യത്തിൽ ഖുർആൻ ഏറ്റവും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു പേര് നാസ് എന്നാണ്. നാസ്, യാ അയ്യുഹന്നാസ്. സത്യത്തിൽ നാസ് എന്ന് പറഞ്ഞാൽ മറന്നോൻ എന്നാണ് അതിന്റെ അർത്ഥം. മറന്നോൻ. ഗ്രാമറിൽ സർഫിലെ കുട്ടികൾ പറയും നസിയ എന്നതിന്റെ ഇസ്മു ഫായിലാണ് നാസ്. മറന്നോനെ എന്നതിന്റെ അർത്ഥം. എന്താ ഈ മറക്കല്? മനുഷ്യന്റെ കൂടപ്പറപ്പാണ് ഈ മറവി എന്നുള്ളത്. നമ്മൾ ദുന്യാവുക്ക് വന്നതന്നെ ഒരു മറവി കൊണ്ടാണ്. ആദം അലി ഇസ്ലാമിനോട് അല്ലാഹു പറഞ്ഞു, ആ എല്ലാം നിങ്ങൾ കഴിച്ചോളി, അത് കഴിക്കരുത് എന്ന് പറഞ്ഞു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടെ തഫ്സീർ ചെയ്തിട്ടുണ്ട്, നസി ആദം ഇസ്ലാം മറന്നുപോയി, ഫാക്കല അങ്ങനെ തിന്നതാണ്. അപ്പൊ അവിടുന്ന് ഇവിടെ വരാൻ തന്നെ കാരണം മറന്നതാണ്. പിന്നെ മറവി എന്നുള്ളത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ സത്യത്തിൽ വരാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും ബോധമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കൂലല്ലോ. മറവിയാണ്. ചില മറവിയൊക്കെ നല്ലതാണ്. മറവി തീരില്ലെങ്കിൽ ഒരാവശ്യം പ്രസവിച്ചപ്പോൾ രണ്ടാമതാ പണിക്ക് പോകൂല, മറന്നുകൊണ്ടാണ്. അപ്പൊ മറവി അനുഗ്രഹമായിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമുള്ള അനുഭവങ്ങളും പേടിയും വ്യാജാറൊക്കെ നിലയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ വൈക്കേ പോവില്ല. മറവിയാണ്. അത് നല്ലതാണ്. പക്ഷെ വരാനുള്ളത് മുഴുവനും മറന്നിട്ടുള്ള തിമിർക്കലുണ്ടല്ലോ, അത് അപകടം. നേരെ മുമ്പിൽ മരണം,
കഴിഞ്ഞാൽ ഖബറ്, കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ ശേഷമുള്ള എണീക്കല്, പിന്നെ മഹ്ശർ, പിന്നെ സിറാത്ത് പാലം ഒക്കെ കൂടി ചിന്തിച്ചാൽ എങ്ങനെ ഭക്ഷണം ഇറങ്ങാൻ? മറവി എല്ലാവർക്കും ഉണ്ട്. വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ 3-4 ദിവസം ഒരു തരിപ്പുണ്ടാവും, ഒരു ബേജാറും. പിന്നെ ആർക്കാ ഓർമ്മ ഉണ്ടാകുക? മറവിയാണ്. അതേപോലെ കാണാൻ 2-3 മാസം കഴിഞ്ഞ കല്യാണം. ഇത് ബാൻഡും മുട്ടും ചെണ്ടിയും മദ്ദളും ഗാനമേളയും പീപ്പിളിയും പെപ്പരപ്പും ഒക്കെ ഉണ്ടാവും. വല്യമ്മ മരിച്ചിട്ട് 3 മാസമായിട്ടുണ്ടാവും. മറന്നു. ആ മറവിയാണ് മനുഷ്യന്. മറവിയാണ് മനുഷ്യൻ മറക്കുന്നവനാണ്. അപ്പൊ ദിക്ർ, മറവിക്കൊരു ദിക്ർ. ഗസാലിമ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ മറവിക്ക് ഉദാഹരണമായിട്ട്. ഒരാൾ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കണം. ഒരു സിംഹം അയാളെ പിടിക്കാൻ വേണ്ടി ഓടി വന്നു. സിംഹത്തിന്റെ വായന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാള് ഓടി അവസാനം വലിയൊരു കിണർ കണ്ടു, അതിക്കെടുത്ത് ചാടി. അപ്പൊ ആ ഗർത്തത്തിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു വന്ന വലിയൊരു മരമുണ്ട്, അയിമ പോയി വീണു. അതിന്റെ ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ഇയാൾക്ക് ഉറപ്പിട്ടി, ഇയാൾക്ക് ഇരിപ്പിടം കിട്ടി. അയാളിങ്ങനെ ആ വൃക്ഷത്തിന്റെ കമ്പിലിരുന്ന് കൊമ്പിലിരുന്ന് മേൽക്കോക്കിയപ്പോ സിംഹണ്ട് വാ തുറന്നിങ്ങനെ ബേജാറായി. അടിയിക്ക് നോക്കിയപ്പോ വലിയൊരു മൂർഖൻ പാമ്പ് വാ തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഇടയിലാണ് ഇപ്പൊ ഇയാള് പെട്ടത്. താഴത്തേക്ക് വീണ മൂർഖൻ, മേൽക്കേറിയ സിംഹം, ഇടയിലാ ഇയാള്. ബേജാറും അപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇയാള് എന്നാ ഇനി അവിടെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാന്നുള്ള ഒരു ധൈര്യം ഉണ്ടോ? ഇല്ല. മരത്തിന്റെ അടിയിക്കൊന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി, മൂർഖനല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ കറുത്തതും വെളുത്തതുമായ 2 എലികളുണ്ട്. ഈ മരത്തിന്റെ വേര് കാർന്ന് 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 തിന്നുകയാണ്. ഇനി ബേജാറ് എവിടേക്കെങ്കിലും പോണോ? കാരണം വേര കാർന്ന് അറുത്ത് കഴിഞ്ഞാൽ പിന്നെ മരം വീഴും, മൂർഖന്റെ തൊള്ളേക്കാവും. ബേജാറായിട്ട് കണ്ണും തൊള്ളി ശ്വാസം വലിക്കാൻ തന്നെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ ഒരു ചെറിയ പൂവ് പെടുകയാണ് ആ മരത്തിലുള്ള. മെല്ലെ അങ്ങോട്ട് നീങ്ങി ആ പൂവിന്റെ ഇതളൊന്ന് തൊട്ടപ്പോ നല്ല മിനുസുണ്ട്, ഭയങ്കര രസം തോന്നി. അപ്പൊ ഒന്ന് പറിച്ചു. അപ്പൊ അതിമ തേനുണ്ട്, അത് കുടിച്ച ഭയങ്കര മധുരം. അപ്പൊ അയാൾക്ക് 2ാമത്തവും കിട്ടണം. അതും എടുത്ത് പറിച്ച് കുടിച്ച് ഭയങ്കര മധുരം. പിന്നെ ഇയാള് പൂവ് തെരഞ്ഞ് നടക്കാൻ തുടങ്ങി. പൂവുള്ളതൊക്കെ പറിച്ച് ഇങ്ങനെ തേന് ഊറ്റി അതിന്റെ മധുരം ആസ്വദിക്കാണ്. ആ ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞപ്പോ ഇയാള് അടിയിലുള്ള മൂർഖനും മറന്ന് മേലുള്ള സിംഹത്തിനും മറന്നു, എലികളി മറന്നു. ഇത് ദുന്യാവിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞുതരാം. എന്താണ് മരം? ആയുസ്സാകുന്ന മരം. ഏതാണ് സിംഹം? അസറായിലാകുന്ന സിംഹം. ഏതാണ് നരകം? ഏതാണ് മൂർഖൻ പാമ്പ്? നരകമാകുന്ന മൂർഖൻ. അപ്പൊ അതിന്റെ അടിയിൽ 2 എലികൾ. എന്താണ്? കറുത്തതും വെളുത്തതുമായ 2 എലികള് രാവും പകലും ആയുസ്സാകുന്ന മരത്തിന്റെ വേര് കടിച്ച് കാർന്ന് കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഏതായാലും മരത്തിമ എത്ര കാലം പിടുത്തത്തിൽ ഇരിക്കാൻ തീരുമാനിച്ചാലും ഇരിക്കൂല. കാരണം എന്താ? വേര് പോയാല് മരം വീഴും. ബേജാറല്ലേ? അതിലാണ് ദുന്യാവിന്റെ ഓരോ പൂക്കളും ആനന്ദങ്ങളും അലച്ചകളും കൊതികളും ഇച്ഛകളും സ്നേഹങ്ങളും എച്ചിലുകളും അതിന്റെ തേനിങ്ങനെ അനുഭവിച്ച് മണ്ണ്, പെണ്ണ്, പൊന്ന്, കള്ള്, അത് ഇത് ഇങ്ങനെ. അവ നമ്മള് സിംഹത്തിനെ മറന്നു, അസറായിലിനെ മറന്നു, മൂർഖനെ മറന്നു, നരകവും മറന്നു. കാർന്ന് തിന്നാണ്. വെളുത്തതും കറുത്തതുമായ എലികൾ എന്ന് പറഞ്ഞാൽ രാവും പകലും. കറുത്തെലി രാത്രി, വെളുത്തെലി പകല്. ആയുസാകുന്ന വേരിങ്ങനെ അറുത്തോണ്ടിരിക്കുകയാണ്. ഒക്കെ മറന്നു. മനുഷ്യൻ മറവിയുള്ളവനാണ്. അതുകൊണ്ടാണ് ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ, സകല കാര്യങ്ങളെയും കൃത്യമായി ഓർമ്മപ്പെടുത്തി തരുന്ന യഥാർത്ഥ ഉദ്ബോധന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. പോരാ, അതിനെ പിൻപറ്റുന്ന ആളുകളുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓൽക്കത് ഉപകാരം ചെയ്യും. അവരുടെ സ്വഭാവമാണ് പറയുന്നത്. റഹ്മാൻ. ഓരോ വാക്കുകളും വളരെ ചിന്തിക്കേണ്ടതാണ്. ഹഷിയ, ഓല് പേടിക്കുന്നുണ്ട്. അർ റഹ്മാൻ. റഹ്മാനെ പിന്നെ എന്തിനാ പേടി? റഹ്മാൻ എന്ന് പറഞ്ഞാൽ കോച്ചറായിക്കാർക്കും നല്ലവർക്കും ഗുണം ചെയ്യുന്ന ആള് എന്നാണ്. അതിന്റെ ആളെ പേടിക്കണ്ടോ? പക്ഷെ അള്ളാനെ അറിഞ്ഞ ആളുകള് അള്ളാനെ റഹ്മാനായി വിശ്വസിക്കുകയാണെങ്കിലും റഹീമായി കാണുകയാണെങ്കിലും പേടിയുണ്ടാവും. കാരണം അവൻ റഹ്മാനോ റഹീമും മാത്രമല്ല, അവൻ ജബ്ബാറും മുന്തഖിമുമാണ്. അവന്റെ റഹ്മത്ത് എപ്പോഴാണ് എടുത്തു പോകുന്ന പറയാൻ പറ്റൂല. റഹ്മത്ത് പിൻവലിച്ചിട്ട് അദാബ് ചെയ്യാൻ കഴിയുന്ന റഹ്മാനാണ് റബ്ബ്. അപ്പോ അള്ളാന്റെ നിരന്തരമായ റഹ്മത്തിൽ പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രതീക്ഷ കൂടല്ല, പേടിയും കൂടും. സോനെ ഇതൊക്കെ എടുത്ത് കളിയോ,
എന്റെ കുഴപ്പം കൊണ്ട് അള്ളാഹു താല എടുത്തു ഊരിയിട്ട് എന്നെ അദാബിലാക്കോ എന്നൊരു വേജാറ് അവർക്കുണ്ടാവും. ഹശിയർ റഹ്മാൻ ബിൽ ഗൈബ്. ഗൈബ് എന്ന് പറഞ്ഞാൽ സംഗതി എത്തണതിന് മുമ്പ് എന്നെ പേടിക്കുക. മരിക്കണ സമയത്ത് അസ്രായേൽ വരും, അവിടെ റഹ്മത്തിന്റെ മലക്കൾ ഉണ്ടാവും, നല്ലവരെടുത്ത് അദാബിന്റെ മലക്കൾ ഉണ്ടാവും, ചീത്തവരെടുത്ത്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പേടിയില്ല. ആ സമയത്ത് പേടി ഉണ്ടാവും, ഏത് യുക്തിവാദിക്കും പേടി ഉണ്ടാവും. പക്ഷെ പോരാ, അത് ആകണതിന് മുമ്പ് പേടി, ഗൈബില് പേടി, സംഗതി ആകണതിന് മുമ്പ് പേടി. ഖബറിലെത്തിയ പിന്നെ എല്ലാവർക്കും പേടി തന്നെയല്ലേ, കാരണം ലൈവായി കാണല്ലേ, അനുഭവിക്കല്ലേ. പള്ളിക്കാട്ടിലെത്തിയ പിന്നെ യുക്തിവാദി ഇല്ലല്ലോ. പള്ളിക്കാട്ടിലെത്തിയ ഒരൊറ്റ യുക്തിവാദില്ല, ഒക്കെ പക്കാ മുഅ്മിനീങ്ങളാണ്. പക്ഷെ കാര്യമുണ്ടോ? കാരണം അനുഭവിക്കുന്ന സമയത്ത് പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഗൈബിലല്ലേ സംഗതി വേണ്ടത്. സിറാത്ത് വാൽത്തുമ്പോ കയറിയിട്ട് ഞാൻ ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയും. പക്ഷെ അവിടെ എത്തണേന് വിശ്വസിച്ച് പേടിക്കണോ? ഗൈബിൽ പേടിക്കുക. അതാണ് സൂറത്തുൽ ബഖറന്റെ ആരംഭത്തിൽ പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. യഥാർത്ഥ മുഅ്മിനീങ്ങൾ സംഗതി വരുന്നതിന് മുമ്പ് കാണാത്തതിനെ കുറിച്ച് പറഞ്ഞ ആളെ വിശ്വസിച്ചിട്ട് പേടിക്കുക. അതാണ് പറഞ്ഞ ആളെ മുഹമ്മദ് നബി പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അപ്പൊ 3 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഈ അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള ഒരാൾ ഉണ്ടായിക്കണോ? പഠിക്കാം. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് രണ്ടും ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ലോകത്ത് മുഹമ്മദ് നബി ഉണ്ടായിട്ടില്ല എന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. 1-2 വിഡ്ഢികൾ പറഞ്ഞിട്ടുണ്ട്, അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അത് ഓക്കെ. ഇങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇനി 3 കാര്യം അവിടെ ഉള്ളത്. ഒന്നുകിൽ പറഞ്ഞത് കളവായിരിക്കും, അല്ലെങ്കിൽ വിഭ്രാന്തി ആയിരിക്കും, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിരിക്കും. ആദ്യത്തെ രണ്ടൊന്ന് പരിശോധിക്കുക. കളവാണോ? കളവാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് ഇത് വിശ്വാസം ഉണ്ടാവില്ല. ഒരാള് കളവ് പറഞ്ഞിട്ടൊരു കാര്യം അഭിനയിക്കുകയാണെങ്കിൽ പറഞ്ഞവന് വിശ്വാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അള്ളാന്റെ റസൂലിന് അള്ളാഹിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? ഖുർആനിലെ ഓരോ ആയത്തിലും മുത്തു മുസ്തഫാക്കുള്ള വിശ്വാസം ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ 6 സൗറിൽ കിടക്കുന്ന സമയത്ത് സിദ്ദീഖ് എന്നവര് ഹബീബ നബിയെ നോക്കിയിട്ട് ആ വാളും മൊനിയല്ലേ മുത്തുനബിയെ കാണുന്ന പോലെ നമ്മളെ കൊല്ലൂലേന്ന് വെച്ചപ്പോ തിരിഞ്ഞു നോക്കിയെന്നില്ല. എന്താ പോക്കറ ഈ കരുതിയെ? നമ്മൾ 2 ആൾ മാത്രമാണെന്നാണോ? 3ാമത്തെ അള്ളാനെ മറക്കരുത്. ഒന്നുമില്ല, ടെൻഷൻ ആണ്ടാന്ന് പറയണമെങ്കിൽ എത്ര വിശ്വാസം ഉണ്ടാണ് അള്ളാനെ കുറിച്ച്? എത്ര വിശ്വാസം ഉണ്ടാവണം? വല്ലാഹു യാസിമുക മിനന്നാസ്. അള്ളാഹു ജനങ്ങളിൽ നിന്ന് അങ്ങയെ രക്ഷപ്പെടുത്തും, സുരക്ഷിതനാക്കും എന്ന ആയത്തിറങ്ങിയപ്പോ സെക്യൂരിറ്റികളോടൊക്കെ മാറിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നീ എല്ലാരും പോയിക്കോളി, കാരണം ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, എല്ലാരും അങ്ങോട്ടൊന്ന് മാറിക്കോളി എന്ന് പറഞ്ഞു. മുത്തനബിക്കാലത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം വേറെ ആർക്കുള്ളത്? കളവ് പറഞ്ഞവർക്ക് വിശ്വാസം ഉണ്ടാവും. 1. ഇനി വിഭ്രാന്തി. പുതിയ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്, യുക്തിവാദികൾ ഇതൊക്കെ പറയുന്നത് വിഭ്രാന്തിയാണ്. വിഭ്രാന്തി ഉള്ള ഒരാൾ 23 കൊല്ലം പറഞ്ഞ കാര്യങ്ങൾ ഒന്നാവോ? പരസ്പരം വൈരുദ്ധ്യാവൂലേ? നിങ്ങൾ വിഭ്രാന്തിയുള്ള ഒരാളോട് സംസാരിച്ച് നോക്കി. രാവിലെ സംസാരിച്ചല്ല ഉച്ചക്ക് സംസാരിക്കുക, ഉച്ചക്ക് സംസാരിച്ചല്ല വൈകുന്നേരം സംസാരിക്കുക. പിന്നെ നമ്മൾ വൈകുന്നേരം വരെയാണ്. അപ്പൊ മജീദ് രാവിലെ പറഞ്ഞത് അങ്ങനൊക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് 11 മണിക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ആളും അവിടെ വെക്കും. വിഭ്രാന്തി ഉള്ള ആൾ ഒരുപോലെ സംസാരിക്കൂല. 23 കൊല്ലം ഒരാള് ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിച്ചിട്ട് ഞാൻ ആ പറഞ്ഞത് അബദ്ധത്തിൽ എന്റെ ഓർമ്മപ്പിഴ കൊണ്ട് പറഞ്ഞാണെന്ന് ലോകത്ത് ഒരാൾക്ക് പറയേണ്ടി വന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത് മുഴുവനും കൃകൃത്യം, അതിലെല്ലാത്തിനും തീരുമാനം, എല്ലാത്തിനും നിയമം. അടുക്കളയിൽ പണിയെടുക്കുന്ന ആൾക്ക് നിയമം, കസേരയിൽ ഇരിക്കുന്നവൻ നിയമം, ടോയ്ലറ്റിൽ ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കണം എന്ന് നിയമം, ഭരണത്തിൽ എങ്ങനെയാണ് ഭരിക്കേണ്ടതിന് നിയമം, യുദ്ധത്തിൽ നിയമം, അയൽവാസികളോട് നിയമം, കുടുംബക്കാരോട് നിയമം, അനന്തര സ്വത്തിന് നിയമം, വിവാഹത്തിൽ നിയമം, മൊഴി ചൊല്ലുന്നതിന് നിയമം. വളരെ കൃത്യമെല്ലാം, അതിബുദ്ധിപരം, ശാസ്ത്രീയം. ഇത് വിഭ്രാന്തിയുള്ള ഒരാളിൽ നിന്ന് വരുമോ? ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവൂലേ? വരൂലെന്ന്. അപ്പൊ 2ാമത്തോ ഔട്ടായി, അത് ശരിയില്ല. ഇനി 1 മാത്രമേ ബാക്കിയുള്ളൂ. ഇത് അള്ളാന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അത് ബുദ്ധികൊണ്ട് മനസ്സിലാക്കാം. ഇത് ബുദ്ധികൊണ്ട് മനസ്സിലാക്കാമെങ്കിൽ ആ നബി പറഞ്ഞ സിറാത്ത് പാലം ശരിയാണ്, എനിക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. ഐസിയിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്താൽ ഡോക്ടർ വന്നിട്ട് തൊള്ളയിൽ സാധനം വെച്ചരും. ഇതെന്തിനാ വെക്കണമെന്ന് ചോദിച്ചാൽ സംഗതി അടക്കൂല. കുടിക്കാൻ ഇതെന്തിനാ കുടിക്കണമെന്ന് വെച്ചാൽ സംഗതി അടക്കൂല. ഇത് ആള് ഡോക്ടറാണ്, ഇയാള് എന്നെ ഐസിയിൽ ചികിത്സിക്കാൻ സമർത്ഥനാണ് എന്ന് കരുതി കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ കേൾക്കന്നെ. അതാണ് ഇത്. ആള് ഓക്കെയാണ്, ഇത് കളവ് പറയാത്ത ആളാണ്.
കളവ് പറഞ്ഞിട്ടില്ല. ഇത് അള്ളാന്റെ ദൂതരാണ്. അതിന് എല്ലാ തെളിവുണ്ട്. എന്നാ ഇനി പറഞ്ഞതൊക്കെ സ്വീകരിക്കന്നെ. അതിന് നമുക്ക് അതിന് അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അനുഭവം വരുമ്പോ വരും. പക്ഷെ അതിന്റെ മുമ്പ് എന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നമാ തുൻദിറു മനിത്തബഅ അദ്ദിക്ർ വഖശിയർ റഹ്മാൻ ബിൽ ഗൈബ്. വൈബ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥതാണ് സംഗതി ഇറങ്ങണതിന് മുമ്പ് വിശ്വസിക്കുക. അദൃശ്യം, അതാണ് അദൃശ്യം എന്ന് പറഞ്ഞത്. അല്ല കണ്ണുകൊണ്ട് കാണാത്തതെന്നല്ല, പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കാത്തത്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റാത്തത്. സിറാത്ത് പാലം എത്ര ശാസ്ത്രീയമായി ആര് ഗവേഷണം ചെയ്താലും തെളിയിക്കാൻ പറ്റുന്നതല്ല. മഹ്ശറിലുള്ള നിപ്പ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല. ഖബറ് വിശാലാകുക ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല. മുങ്കർ നക്കീർ വരിക ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല. ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പൊ ഉള്ളത് നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഓക്കെയാൽ, ഇല്ലാത്തതും ഇങ്ങനെ ഓക്കെയാകും. പക്ഷെ നമ്മുടെ മുമ്പിൽ അത് വന്നിട്ടില്ല, വരുമ്പോ യാഥാർത്ഥ്യമാവും എന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ അതിൽ ഉള്ളറിഞ്ഞ് പേടിക്കും. അള്ളാഹ്ക്ക് കൊടുക്കും അവന്റെ ഖൽബ്. എന്താണ് ഓരോ പ്രയോഗം? അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങ് സന്തോഷവീരം അറിയിക്കണം. എന്ത്? ബിമഗ്ഫിറത്തിൻ. ഓലെ ദോഷങ്ങളൊക്കെ ബിമഗ്ഫിറത്തിൻ. അതൊക്കെ അറബി ഗ്രാമർ പഠിച്ച ആളുകൾക്ക് അത്ഭുതമാണ്. ബിമഗ്ഫിറത്ത് എന്ന് ഞങ്ങളൊരു നെക്കിറയാണ് എന്ന് പറയും. നെക്കിറ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പർവ്വതീകരിക്കാനും വേണ്ടി കൊച്ചാക്കാനും അത് ഉപയോഗിക്കും. ഇവിടെ പർവ്വതീകരിക്കാനും ബിമഗ്ഫിറത്തിൻ അല്ലെങ്കിൽ ബിൽ മഗ്ഫിറ എന്ന് പറയണം. ബിൽ മഗ്ഫിറ എന്ന് പറയണതും ബി മഗ്ഫിറത്തിൻ എന്ന് പറയുന്നത് രണ്ടാണ്. ബി മഗ്ഫിറത്തിൻ എന്ന് പറഞ്ഞാൽ ധാരാളം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, കുറച്ചൊന്നല്ല. അവിടുന്ന് അതും ഇതും മറ്റേതൊക്കെ പുറത്തു കൊടുക്കും ഈമാനുണ്ടെങ്കിൽ. ഏത് മുഅ്മിനീങ്ങളും അമ്പിയാക്കൾ അല്ലെങ്കിൽ ചിലതൊക്കെ ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഉള്ളിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടോ അള്ളാഹ് മരിക്കണതിന് മുമ്പ് തീർത്തിട്ട് കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ. പിന്നെ അള്ളാഹ് പറയുന്നേ വാജിരി എന്ന് പറഞ്ഞു നിർത്തിയില്ല. വാജിനും കരീം ഭയങ്കര കൂലിയുണ്ട്. അള്ളയാണ് പറയണത്. വലിയൊരു മലയാളി നമ്മൾ വിളിച്ചു പറയാണ്, ഈ പരീക്കുക എനിക്ക് ഭയങ്കര ഒരു സംഖ്യ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു കണക്കൂട്ടലുണ്ടാവും. കാരണം വലിയ പൈസക്കാരനെ പറഞ്ഞ ഭയങ്കര സംഖ്യ എടുത്ത് വെച്ചിങ്ങനെ ഇട്ടോന്ന്. അള്ളയാണ് പറയണത് ഭയങ്കരാണ് നിങ്ങൾക്ക് എടുത്തുവെച്ച സാധനം എന്ന്. യാ അല്ലാഹ്. അജരി എന്ന് പറഞ്ഞ് നിർത്തിയില്ലല്ലോ. അജരി എന്ന് പറഞ്ഞാൽ കൂലി ഉണ്ടെന്ന. വജരിൻ കരീം, ഉത്തമമായ മഹത്തായ ഏറ്റവും വലിയ കൂലി ഇങ്ങക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. യാ അല്ലാഹ്. ഈ ഒരു ആയത്ത് കേട്ടാ പറ്റേ ഒറ്റ ജമാഅത്ത് മുടക്കുവോ? ഒറ്റ വക്കത്ത് ഖളാക്കോ? ഒരു മജ്ലിസ് മുടക്കുവോ? ഇല്ലല്ലോ. ഈ മജ്ലിസിലൊക്കെ കുറച്ചേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് ഞങ്ങൾ കരുതിയത്. ഈ മജ്ലിസ് എന്നുള്ളതല്ല ഞാൻ പറയണ്ട കേട്ടോ. ഇൽമിന്റെ മജ്ലിസിൽ കുറച്ച് നേരെ ഇരുന്നാൽ നിങ്ങളിപ്പോ ഇരുത്തണ്ടല്ലോ. ഇന്നലെ രാത്രി ഫുള്ളായിട്ട് നിസ്കരിച്ചതിനേക്കാളും കൂലിയാണ് ഇരുത്തത്തിന്. ഇപ്പൊ ഇതിലൊരാൾ ഇന്നലെ രാത്രി ഫുള്ളായിട്ട് നിസ്കരിച്ചാണ്ട് ആയാത്താക്കി നോക്കുക, സുബി വരെ സുജൂദ് കിടന്നു, അതിനേക്കാളും കൂലി ഈ മജ്ലിസിൽ ഇരിക്കണേനാ. ഇത് ആര് പറഞ്ഞതാ? മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു സ്വീകരിച്ചാൽ ഒറ്റ മജ്ലിസ് പോലെ രക്ഷപ്പെടാൻ ഇത്രേ മജ്ലിസുകളില് ഈ സമയത്ത് മുടങ്ങാതെ വരുന്നിരിക്കുന്ന ആൾക്കാരൊക്കെ അള്ളാഹ് വെറുതാക്കും ഞങ്ങൾ കരുതിയത്. ഒരിക്കലും വെറുതാക്കും. നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ലല്ലോ. വേറെ എന്താ അവിടെ ലക്ഷ്യമുള്ളൂ? ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. ഖുർആൻ പറയാ, കേൾക്കുക, ദ്വാരക്കുക, പിരിയ. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കണ്ടോ, എനിക്ക് 1-2 ദിവസം നല്ല പനിയായിരുന്നു, ഞങ്ങളോട് പറയാതിരുന്നു. അപ്പൊ പനി മാറിയതുകൊണ്ട് പറയാം. മറ്റങ്ങളായിരിക്കും പാവാലേ പാവാലേ. ഇന്ന് മാറി, അതുകൊണ്ട് പറഞ്ഞാണ്. എന്നിട്ട് എന്നാ ഞാൻ ഓടിക്കളിച്ചിട്ട് എത്തുന്നത്? അതുകൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളാരെങ്കിലും പോക്കറ്റിൽ നിന്നെങ്കിലും വലിക്കുക എന്നുള്ളതൊന്നുമല്ല. എനിക്ക് ആവശ്യമുള്ള ചായയും ചീരനൊക്കെ തരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല, ഒക്കെ സ്നേഹിച്ചു തരുന്നതാണ്. പക്ഷെ എന്റെ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദുന്യവിയായിട്ട് വാങ്ങലൊന്നുമല്ല. എനിക്കിതുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അള്ളാഹു എന്നെ എത്തിക്കട്ടെ, നിങ്ങളെ എത്തിക്കട്ടെ. നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുന്നു? അല്ല, ഇതിന്റെ ലാസ്റ്റ് വാർഷികത്തിന് എല്ലാവർക്കും ഓരോ 16 പേര് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നെ കുറിച്ച്? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളെ ലക്ഷ്യം എന്താ? ആഖിറാണ്. ഇത് 2 ലക്ഷ്യം ഒന്നായാൽ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടല്ലോ ഇവിടെ ദോർക്കുമ്പോ വലിയ അത്ഭുതങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാണ്. അള്ളാണ് അതിന്റെ ആള്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ഞാനൊന്നും പബ്ലിസിറ്റി ചെയ്യാത്ത ആളാണ്.
എനിക്കുണ്ടാകാറുണ്ട്. പിന്നെ പരീക്ഷണങ്ങൾ മനുഷ്യന് പറഞ്ഞല്ലോ ഒക്കെ ഉണ്ടാവും. പരീക്ഷണം, നമ്മൾ ഈ പരീക്ഷണത്തിൽ തളരരുത്. ഉണ്ടാവും. അപ്പൊ ആയിരിക്കുന്ന ആളൊക്കെ എന്ത് പരീക്ഷണത്തിലാണ്. പക്ഷെ അതിനൊക്കെ സമ്മാനം നാളങ്ങനെ വാങ്ങുമുണ്ടല്ലോ, ചിരിക്കൂലേ. ഇപ്പൊ 6 മാസം കഴിഞ്ഞിങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് സംസാരിച്ചിട്ട് ഇന്നലെ മൊരണ്ടിക്കണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മൊരണ്ടിയിലെ ഞാൻ അക്ഷരങ്ങൾ വന്നാ പോരെ, തിരിഞ്ഞു നോക്കണ്ട് എന്ന് പറഞ്ഞു. ആ ഘട്ടം ഘട്ടമായിട്ട് ഇഞ്ഞത്തോ അള്ളാഹു തആല പെട്ടെന്ന് സംസാരിപ്പിക്കട്ടെ. പരീക്ഷണങ്ങൾ ഉണ്ടാവും സാറില്ല. ഇതിലൊക്കെ നല്ലോണം പരീക്ഷണമുള്ള ആൾക്കാരില്ലേ, അതിലൊന്നും ബേജാറാണ്ട. ഇതിനൊക്കെ അള്ളാഹ് നമ്മക്ക് എടുത്ത് വെച്ച സമ്മാനങ്ങളുണ്ട്. അങ്ങനെ വാങ്ങുമ്പോ ഹദീസിലുള്ളതാണ്. എനിക്കിങ്ങനെ തോന്നും കുറച്ചും കൂടി പരീക്ഷണം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ പരീക്ഷണം, ഇതിൽ മക്കൾ മരിച്ചവരില്ലേ, ചെറിയ കാര്യമാണോ? നമ്മളെ കൈകൊണ്ട് നമ്മളെ കുട്ടികളെ കബർക്ക് ഇറക്കുക, മനസ്സെപ്പോഴും പതിച്ച് ഓർമ്മ വരുമ്പോ തളരൂലേ. ഇതൊക്കെ അള്ളാഹു തആല ഭയങ്കര സമ്മാനത്തിനെടുത്തേക്കാണ്, ഒരു സംശയവും വേണ്ട. അള്ളാഹു നമ്മളെ എന്തൊക്കെയാണോ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നത്, എനിക്ക് ആഖിറത്തിൽ ദറജ അള്ളാഹു തരും. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പർസാനെ ഇരുന്നതും പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ അല്ലാ, വീഴ്ചകൾ പൊറുക്കണേ അല്ലാ, നിന്റെ സ്വർഗം സ്വന്തമാക്കാനുള്ള അമലായി സ്വീകരിക്കണേ അല്ലാ. സയ്യാത്തൊക്കെ ഞങ്ങളിൽ നിന്ന് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാ. ഖൽബിൽ നിന്റെ ബോധവും പേടിയും ഭീതിയും പ്രതീക്ഷയും നൽകണേ അല്ലാ. ശരീരത്തെ തളർത്തല്ല അല്ലാ, ആത്മാവിനെ നശിപ്പിക്കല്ല അല്ലാ, ഖൽബിനെ മോശമാക്കല്ല അല്ലാ. ഞങ്ങളെ സാമ്പത്തികമായോ ആരോഗ്യപരമായോ സാമൂഹികമായോ കുടുംബപരമായോ ടെൻഷനാക്കല്ല അല്ലാ. ഞങ്ങൾക്കുള്ള എല്ലാ ഔദാര്യങ്ങളും നീ തുറന്നു തരണേ അല്ലാ. ഒന്നിലും നീ ബ്ലോക്ക് ചെയ്യല്ല അല്ലാ. ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തല്ല അല്ലാ. ഇവിടെ പ്രവാസികൾ, കച്ചവടക്കാർ, ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കൂലിപ്പണിക്കാർ, യാത്രക്കാർ, ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ, പഠിതാക്കൾ പലരുണ്ട്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടലും കരയും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ വിഭവങ്ങളൊന്നും ഞങ്ങൾക്ക് അടച്ചുപൂട്ടല്ല അല്ലാ. കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും അഭിമാനം പണയപ്പെടുത്തുന്ന അവസ്ഥയിലാക്കല്ല അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حوالينا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.